ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രൊജക്റ്റാണ്. അതൊരു 3 BHK അപ്പാർട്ട്മെൻറ്റാണ്. ഓസ്കോ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ബിൽഡേഴ്സിൻ്റെ കിംസ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിലെ വൺ ഓഫ് ദ അപ്പാർട്ട്മെൻറ്റാണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻക്വയറി ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ ഓസ്കോ ബിൽഡേഴ്സിൻ്റെ വൺ ഓഫ് ദ ഓണർ സുധീർ സാറാണ് ഇതുപോലൊരു റെഫറൻസ് തന്നതും ഇതിൻ്റെ ഓണറായ സജാദ് സാറായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയത്. സോ അതിൻ്റെ ബേസിൽ നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തു. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. സോ അതിനുശേഷം അദ്ദേഹമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും കാര്യങ്ങളും എല്ലാം എടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു റഫ് ലേ ഔട്ട് കൊടുത്തു, അതിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്തു. അതെല്ലാം ഓക്കെ ആയതിനു ശേഷം നമുക്കൊരു 1.5 മാസത്തിൽ ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഈ എൻറ്റയർ വർക്ക് ഞങ്ങൾക്കൊരു 50 ഡേയ്സിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള കുറച്ച് ഇൻപുട്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഒത്തിരി ഇങ്ങനെ കളർ പാലറ്റ്സ് അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് യൂട്ടിലിറ്റി വൈസ് ആയിട്ടുള്ള ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിവിങ് റൂമിലെ TV യൂണിറ്റിൻ്റെ പൊസിഷൻ, ഫ്ലാറ്റിൽ കൊടുത്തേക്കുന്ന പൊസിഷൻ അദ്ദേഹത്തിന് ഇഷ്ടമാവാതെ അതൊരു വേറൊരു സൈഡിലേക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു. സോ എൻറ്റയർ ആ പോയിൻറ്റ്സ് കംപ്ലീറ്റ് ഈ സൈഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. റൂംസിലാണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന ഒരു ഇതായതുകൊണ്ട് സ്റ്റോറേജ്, ബുക്ക് സ്റ്റോറേജിന് വേണ്ടി ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മാക്സിമം സ്റ്റോറേജ് എവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ കൊടുക്കുക, പക്ഷേ ഭയങ്കര ഒരു കൺജഷനായിട്ട് തോന്നരുത്. ആ രീതിയിലായിരുന്നു നമുക്ക് ഇൻപുട്സ്. പിന്നെ അധികം ഹാർഡ് കളേഴ്സ് യൂസ് ചെയ്യരുത്, ഒത്തിരി എടുത്ത് നിൽക്കുന്ന കളേഴ്സും അല്ലെങ്കിൽ ഒരു കൺജഷൻ വരുന്നൊരു ഫീലിങ്ങോ ഉണ്ടാകരുത്. ഇത്രയായിരുന്നു ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻപുട്സ്. നമ്മുടെ എൻറ്റയർ ലിവിങ് റൂം ഫസ്റ്റ് അതിൻ്റെ ബേസിക് പെയിൻറ്റ് ഒരു ലൈറ്റ് ക്രീം കളറായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് ക്രീം കളറുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ഒരു ബീച്ച് പ്ലസ് സാൻഡ് കളറിൻ്റെ ഒരു മിക്സ്, അത് വിത്ത് ടീക്വുഡ് ഫിനിഷ് ഫേർണിച്ചേഴ്സ്, അതായിരുന്നു നമ്മുടെ ഒരു കോമ്പിനേഷൻ ഫസ്റ്റ് കൊടുത്തിരുന്നത്. അത് ട്രൈ ഔട്ട് ചെയ്തു, അത് ഔട്ട്പുട്ട് വാസ് വെരി നൈസ്. സോ ഫസ്റ്റ് ഇതിൻ്റെ ഒരു എൻട്രൻസ്, നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഫോയർ യൂണിറ്റാണ്. ആൻഡ് അത് വളരെ സിമ്പിളായിരിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ എന്നാൽ നല്ല ക്യാച്ചി ആയിരിക്കണം. സോ അവിടെ നമ്മൾ വാൾപേപ്പർ വെച്ച് ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ കൊടുത്തു. ഒരു ഫോയർ യൂണിറ്റ് വിത്ത് സ്റ്റോറേജും ഉണ്ട്, അത് കാണാനും ഭംഗിയാണ്. വിത്ത് ഇൻസൈഡ് നമുക്ക് ഷൂസും ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഫോയറിൻ്റെ കൂടെ തന്നെ കാണുന്ന ഒരു യൂണിറ്റാണ് TV യൂണിറ്റ് എൻട്രൻസിൽ. അപ്പോൾ TV യൂണിറ്റിൽ വരുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ TV യൂണിറ്റ് പൊസിഷൻ മാറ്റിയതുകൊണ്ട്, എക്സിസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റിയതുകൊണ്ട് വൺ ഓഫ് ദ ബെഡ്റൂംസിലോട്ട് കയറുന്ന വഴിയിലാണ് ഈ TV യൂണിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ സ്റ്റോറേജസോ വലിയ പ്രൊജക്ഷൻസോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മിനിമൽ ബോക്സിങ് സ്റ്റോറേജ് വിത്ത് ബാക്കി ഏരിയ പാനലിങ്. അപ്പോൾ നമ്മളത് ആ എൻറ്റയർ വോൾ ഏരിയ പാനൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഭംഗി വരാത്തതുകൊണ്ട് ഞങ്ങൾ 2 സൈഡിൽ വാൾപേപ്പേഴ്സ് കൊടുത്തിട്ട് നടുക്ക് ലൂവേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത് പ്രോപ്പർ റീപ്പേഴ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്തു. ആൻഡ് 2 വാൾ ലൈറ്റ്സും കൊടുത്തു. സോ അതൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു TV യൂണിറ്റാണ്. ബട്ട് കൂടുതലായിട്ടുള്ള പ്രൊജക്ഷൻസ് അതിൻ്റെ അത് വന്നിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സോഫയുടെ ബാക്ക് സൈഡ് ഏരിയ, അപ്പം ഈ സോഫയുടെ ബാക്ക് സൈഡ് ഏരിയ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ടെക്സ്റ്റേഴ്സും പെയിൻറ്റും പിന്നെ അലൂമിനിയത്തിലുള്ള ചെറിയ സെക്ഷൻസ് വാളിൽ ഫിക്സ് ചെയ്തിട്ടാണ്. നമുക്ക് ലൈൻസ് പോലെ ഉണ്ടാവും. അത് മിനിമലിസ്റ്റിക്കും എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു L ടൈപ്പ് വാൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റർ പ്ലസ് സാൻഡ് ഫിനിഷ് പ്ലസ് ഈ അലൂമിനിയത്തിൻ്റെ ചെറിയ സെക്ഷൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതേ കണ്ടിന്യൂവേഷൻ തന്നെ റൂംസിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻറ്റയർ ഈ ഒരു ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു L ടൈപ്പ് ലിവിങ് സ്പേസ് ആണ്. അപ്പോൾ ലിവിങ്ങിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡൈനിങ്ങിൻ്റെ അവിടെ വരുന്ന നമുക്ക് ഒരു വാഷ് യൂണിറ്റും പിന്നെ വരുന്ന ഒരു ക്രോക്കറി യൂണിറ്റുമാണ്. അതിൻ്റെ അകത്ത് പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലസ്റ്റേർഡ് ആവുന്നുണ്ട്. ആ ഏരിയ ടച്ച് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ലിവിങ്ങിലും ഡൈനിങ്ങിലും യൂസ് ചെയ്ത ടെക്സ്റ്റേഴ്സ് ആൻഡ് ആ പെയിൻറ്റ് ഫിനിഷ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഡൈനിങ്ങിലും കൊടുത്തിട്ടുണ്ട്.
കംസ് ടു സീലിംഗ് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് കയറി നേരെ വന്നു കഴിഞ്ഞാൽ ഫോയർ യൂണിറ്റ് മാത്രം ഒരു പാത്ത് വേ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഫ്രം ദ അതർ ഏരിയാസ്. ആൻഡ് പിന്നെ വരുന്നൊരു ചലഞ്ച്, നമുക്ക് ഇവിടെ 2 ഫാൻ ഉണ്ടായിരുന്നു ലിവിങ്ങിൽ. അപ്പോൾ 2 ഫാനും സെൻട്രലൈസ്ഡ് ചെയ്ത് വരുന്ന രീതിയിൽ താഴത്തെ നമ്മുടെ ഫർണിച്ചേഴ്സിൻ്റെ വുഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ലൂവേഴ്സ് മുകളിൽ ഫോൾ സീലിങ്ങിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അത് ക്ലയൻറ്റിനും വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഭയങ്കര മാച്ചിങ് ആയിരുന്നു ഫർണിച്ചേഴ്സും സീലിങ്ങുമായിട്ട്. ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങളുടെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോളം ഉണ്ടായിരുന്നു, ഒരു ബീമും ഉണ്ടായിരുന്നു. ആൻഡ് ബെഡ് പൊസിഷൻ അപ്പോൾ നമുക്ക് സെൻറ്റർ ചെയ്ത് ഇടാൻ പറ്റില്ല. എൻറ്റയർ റൂമിൻ്റെ സെൻറ്റർ ചെയ്ത് നമുക്ക് ബെഡ് പൊസിഷൻ ഇടാൻ പറ്റില്ല. ഈ കോളം കഴിഞ്ഞിട്ടേ നമുക്ക് സെൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് ഫോൾ സീലിങ്ങും പൊസിഷൻ ബെഡുമായിട്ട് മാച്ച് ചെയ്ത് തന്നെ പോകണം. സോ ഇത് ആക്ച്വലി ഒരു 2 പാർട്ട്, ഒരു സെൻറ്റർ ഒരു പാർട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തെടുത്തേണ്ടി വന്നു. അതാണ് നമ്മൾ ഈ ബെഡിൻ്റെ ചുറ്റും ഒരു കോർണർ പോലെ റീപ്പർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഈ കോളവും ബീമും വരുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഡിപ്രഷൻ വരും മതിൽ. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോർണർ റീപ്പറും അതിൻ്റെ ലൈറ്റിങ്ങും കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വന്ന ലെഫ്റ്റ് സൈഡിലാണ് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. സോ അത് ആക്ച്വലി അപ്പോൾ അത് പ്രോപ്പർ ഒരു ടോയ്ലറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെപ്പറേറ്റ് സ്പെസിഫിക് ഏരിയ ഈ ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ ക്ലയൻറ്റിൻ്റെ ഇൻപുട്ടായിരുന്നു സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒരു എൻറ്റയർ ഏരിയ സ്റ്റോറേജിന് വേണ്ടി വേണം. പിന്നെ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ TV യൂണിറ്റ് വേണം. സോ അത് എൻറ്റയർ ഞങ്ങൾ പോയേക്കുന്നത് ഇതിൻ്റെ അകത്തൊരു ഗ്രേ തീമിലാണ്. ഗ്രേ മീൻസ് ലൈക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഗ്രേ അല്ല, ഗോത്തിക് ഗ്രേ എന്ന് പറഞ്ഞിട്ടൊരു പേസ്റ്റൽ കൈൻഡ് ഓഫ് എ ഗ്രേ ആണ്. ഒത്തിരി ഡാർക്കും അല്ല ഒത്തിരി ലൈറ്റും അല്ല. അപ്പോൾ അത് നമ്മുടെ ടീക്കൂഡ് കളറുമായിട്ട് നല്ലതായിട്ട് ബ്ലെൻഡായി പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഗ്രേ ആൻഡ് വുഡ് മിക്സ്ചറാണ് നമ്മൾ എൻറ്റയർ ഈ റൂമിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ വളരെ ഫീബിളായിട്ടുള്ള കളേഴ്സ്, ഒട്ടും ഹൈലൈറ്റ് ചെയ്യാതെ ഫീബിളായിട്ടുള്ള കളേഴ്സ് വിത്ത് നമ്മൾ ലിവിങ്ങിൽ യൂസ് ചെയ്ത അതേ ഒരു സ്ട്രിപ്പ് പാറ്റേൺ ഈ ഒരു റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ ബെഡ് സൈഡ് സ്വിച്ചസ് ഫ്ലാറ്റിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു കോർണേർഡ് ആയിട്ടാണ്. സെയിം മാസ്റ്റർ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ബെഡ് ഒരു കോർണേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഫാൻ നമ്മൾ ഡയഗണൽ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കാറ്റിട്ടില്ല. അപ്പോൾ ഈ കോർണേർഡ് ആയിട്ടുള്ള സ്പേസ് ഒരു റെക്ടാങ്കിളാക്കി എടുത്തിട്ട് ഫോൾ സീലിംഗ് അവിടം വരെ, അതായത് ആ ബെഡ് കഴിഞ്ഞ് സൈഡ് ടേബിൾ കഴിയുന്നവരെ ഫോൾ സീലിംഗ് കൊണ്ട് നിർത്തിയതിന് ശേഷം ദ അതർ പാർട്ട് ബെഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് മാറി നിൽക്കുക. സീലിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ ഒരു 2 സെക്ഷനായിട്ടാണ് ഈ ബെഡ്റൂമിനെ കീപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഫ്ലാറ്റിലെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അതായത് നമ്മുടെ ഫോയർ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഫോയർ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബെഡ്റൂമാണ്. അപ്പുറത്തെ ബെഡ്റൂമിൽ കൊടുത്ത പോലെ തന്നെ അവിടെ നമ്മൾ അലൂമിനിയത്തിൻ്റെയാണ് കൊടുത്തത്. അതിനകത്ത് ഇവിടെ കോർണിസിൻ്റെ വേർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു പേസ്റ്റൽ ഓറഞ്ച് കളറും ഒരു ലൈറ്റിഷ് ആയിട്ടുള്ളൊരു ടെക്സ്ചറും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ റൂം ചെയ്തേക്കുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രേഷ് കേർട്ടൺ ആൻഡ് വാർഡ്രോബിൻ്റെ ഡോർസ് അതുപോലെ തന്നെ ഗോത്തിക് ഗ്രേ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറുമായിട്ട് വളരെ ബ്ലെൻഡായി നിൽക്കുന്ന ഒരു കളറാണ്, ടീക്വുഡുമായിട്ട്. സോ ഈ 3 കളർ കോമ്പിനേഷൻസിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ റൂം ചെയ്തേക്കുന്നത്. ഒട്ടും കൺജസ്റ്റഡ് ആക്കിയിട്ടില്ല. പിന്നെ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻപുട്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് സിമ്പിൾ, നമുക്കൊരു ഇരുന്ന് ഡ്രസ്സ് ചെയ്താൽ മാത്രം പോരാ, അതിന് കൂടെ ഒരു വലിയൊരു സ്റ്റോറേജും കൂടെ വേണമായിരുന്നു. സോ ആ സ്റ്റോറേജും വരുന്നത് ഈ ബെഡിൻ്റെ ബാക്ക് സൈഡ് ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയയിലാണ്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും അധികം ഇൻപുട്സ് എടുത്തിട്ട് ഡിസൈൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ് കിച്ചൺ. കാരണം അവിടെ നമുക്ക് ഡിസൈനെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷനെക്കാട്ടും മുകളിൽ നിൽക്കുന്ന അവിടുത്തെ യൂട്ടിലിറ്റിയാണ്. നമ്മളൊരു കിച്ചൺ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കിച്ചൺ ചെയ്തപ്പം അതിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് എന്നുള്ളത് ക്ലയൻറ്റ് പറയുകയും അതിൻ്റെ സൈസ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എടുത്തിട്ട് ഇതിൽ ഒരു ഡോറ് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദ കിച്ചൺ. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഒരു 7 ഫീറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു മോഡലല്ല ക്ലയൻറ്റ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ സൈസുമായിട്ട്
മാച്ച് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്, ഒരു ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളൊരു ഏരിയ ആണ് ഫ്രിഡ്ജിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻസ് ചോദിച്ചപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ളൊരു കിച്ചൺ സൈഡിലൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി ഡാർക്കായിട്ടുള്ള കളേഴ്സ് മതി, ലൈറ്റ് കളേഴ്സ് വേണ്ട, കാരണം അതിന് ലൈറ്റ് കളേഴ്സ് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ഇൻപുട്ട് കിട്ടിയായിരുന്നു. സോ അതിൻ്റെ ബേസിൽ നമ്മൾ വുഡ് വിത്ത് എ കളർ, ഡാർക്ക് വുഡ് വിത്ത് എ കളർ, ഡാർക്ക് വുഡും ഗ്രേയും കൂടെ ആണ് മാച്ച് ചെയ്ത് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ അവർക്ക് വർക്ക് ഏരിയയിലായിരുന്നു വരേണ്ടത്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സൈസ് എടുത്തു, അതിന് ക്ലിയറൻസ് കൊടുത്തു. ദെൻ അതിൻ്റെ മുകളിലായിട്ട് അതിന് വേണ്ട, വാഷിംഗ് മെഷീന് വേണ്ട സ്റ്റോറേജസ്, ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ നമ്മുടെ ഡെയിലി വാഷിംഗ് അല്ലാണ്ട് ഒരു അനദർ സിങ്ക്, ഒരു സിങ്കും കൂടെ വേണമെന്നുള്ള അടിസ്ഥാനത്തിൽ വർക്ക് ഏരിയയിൽ ഒരു 1 more സിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അധികവും ഫാമിലി ലേഡീസിൻ്റെയും എല്ലാവരുടെയും ഇൻപുട്സ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുന്ന ഒരു ഏരിയ ആണ് കിച്ചൺ. സോ ഇൻറ്റീരിയേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻസിനും, അത് വീടാവട്ടെ ഫ്ലാറ്റ് ആവട്ടെ, അവർക്ക് അവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, കുറച്ച് റെഫറൻസ് ഇമേജസ് ഉണ്ടാവും, അത് ഏത് ടൈപ്പ് ഓഫ് ഇൻറ്റീരിയർ അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവും. സോ ഫസ്റ്റ് വി ഡു ഇസ് ഞങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്യും അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത്. അത് പഠിച്ചതിന് ശേഷം അവരുടെ ഫ്ലാറ്റിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിൽ വില്ലയുടെ ലേ ഔട്ടുമായിട്ട് അത് മാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഡിസൈനറും ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ വി ഡു ദാറ്റ് ഇൻ എ വെരി ഡീറ്റെയിൽഡ് വേ. സോ അതാണ് ഞങ്ങളുടെ USP. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും വിത്ത് മാക്സിമം ഇൻപുട്ട് ഫ്രം ദ ക്ലയൻറ്റ്. And thank you till we meet next time. Thank you.